ഹായ്, ഇന്ന് എന്നാ പരിപാടി എന്നല്ലേ? ഇന്ന് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു സാധനം ചെയ്തൊക്കെ നോക്കി അത്യാവശ്യം നല്ല വെടുപ്പായി വന്നപ്പോൾ ഞാൻ അതങ്ങ് വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതെന്നാന്നറിയാമോ, ഇവിടെ എല്ലാവർക്കും നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഭയങ്കര ഇഷ്ടമാണ്. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കും. കോളിഫ്ലവർ മേടിച്ചോണ്ട് വരും, ഓയിൽ വേണമല്ലോ അതും മേടിച്ചോണ്ട് വരും. ഇതെല്ലാം മേടിച്ചോണ്ട് വന്ന് കഴിഞ്ഞേച്ച് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ ഉണ്ടാവും നമ്മുടെ സോയാ സോസ് ഉണ്ടാവില്ലേ, പിന്നെ അത് മേടിക്കാൻ ഓർഡർ ഉണ്ടായി. ആയിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഈ പറഞ്ഞ സോയാ സോസ് എന്ന് പറഞ്ഞ സാധനം വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന സോയാ സോസിന്റെ ബോട്ടിലിൽ ഇൻഗ്രീഡിയൻസ് എഴുതിയേക്കുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ആകെപ്പാടെ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്മെല്ല് നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ടേസ്റ്റ് ഒന്നും ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ. അതെന്നാന്നറിയാമോ, അതിനകത്ത് ആകെപ്പാടെ നമ്മുടെ വീട്ടിലില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ ഉള്ളത് സോയയുടെ എക്സ്ട്രാക്ട്, അതിന്റെ എസൻസ് മാത്രമേ ഉള്ളൂ. അതൊരു 10% ഉള്ളു. ബാക്കി മൊത്തം നമ്മുടെ വീട്ടിലുള്ള വേറെ സിമ്പിൾ സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനിപ്പോ അതിങ്ങോട്ട് പിന്നെ എന്താ വെച്ചാ, ചിലവർക്ക് ഈ സോയ ഭയങ്കര അലർജി ഉള്ളവരുണ്ട്. അപ്പൊ ഞാൻ അത് കാരണം ഇപ്പം സോയാ സോസ് വീട്ടിലുണ്ടാക്കി വെച്ചാൽ ഈ പറഞ്ഞ ഫ്രൈഡ് റൈസ് പക്ഷെ ഞാൻ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല കേട്ടോ. ഇവിടെ എപ്പോഴും ഉണ്ടാക്കുന്ന ഗോബി മഞ്ചൂരിയനാ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറ്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തന്നേക്കാന്ന് ഓർത്തോണ്ടാ, ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ഇനി ആരെങ്കിലും ഇനി ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സോയാ സോസ് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാതിരിക്കുക എന്ന് ഓർത്തോണ്ട് വിഷമിക്കണ്ട. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നത്. വായു, ഞാൻ അടുപ്പേ കത്തിക്കാൻ വേണ്ടി ഇതുണ്ടോ നമ്മുടെ ഒരു അലുമിനിയം പാത്രം എടുത്തേക്കുന്നത്. ഗ്യാസിലൊക്കെ വെച്ചിട്ടാണേലും ഉണ്ടാക്കാൻ കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ 2 മിനിറ്റിന്റെ കേസുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു അലുമിനിയം പാത്രത്തിനകത്തോട്ട് ഞാനിപ്പോ ഇച്ചിരി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയതും കൊണ്ട് 1 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 സ്പൂൺ പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് എല്ലാവരും കാണിക്കാനുള്ളത് കൊണ്ട് വീഡിയോ ആയതും കൊണ്ട് 2 സ്പൂൺ എടുക്കുന്നതാണ്. എനിക്ക് എൻ്റെ അടുത്ത് ഉണ്ടാക്കി വെച്ച സോയാ സോസ് ഇരിപ്പുണ്ട്. അപ്പം 1 കപ്പ് പഞ്ചസാര ഇടാം. എൻ്റെ കയ്യിൽ 1/2 കപ്പാട്ടോ ഉള്ളത്, അതുകൊണ്ട് ഞാൻ 1/2 2 കപ്പ് ഇടുന്നുണ്ടേ. നമുക്കിത് അടുപ്പേ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഈ അലുമിനിയം പാത്രത്തിലാകുമ്പോൾ ഉണ്ടല്ലോ ഷുഗർ ഉരുക്കിയെടുക്കാൻ നല്ല എളുപ്പമാണേ. അല്ലാത്ത പാത്രത്തിലാണെങ്കിൽ കുറേ നേരം പിടിക്കും ഇത് ആയി പറക്കി വരുന്നത്. ആരെ കൊണ്ട് പറ്റും കുറേ നേരം നോക്കി. ഇതാണെങ്കിൽ വേഗം മെൽറ്റായി കിട്ടും. അപ്പം ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടോ മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ആദ്യമേ തന്നെ ഇട്ട് കുത്തി ഇളക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒന്ന് കരിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ പഞ്ചസാര മെൽറ്റായി വരാൻ തുടങ്ങുമ്പോൾ കറുത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് ആക്കിയാൽ മതി, ഇളക്കി കൊടുത്താൽ മതി. ഇത് മൊത്തം ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. ഒത്തിരി കരിക്കണ്ട കേട്ടോ. ഒത്തിരി കരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കയ്പ് ചോ വരും. അപ്പം ഒത്തിരി കരിയുന്നതിന് മുന്നേ ഇത് വാങ്ങി വെച്ചേച്ച് നമുക്ക് ഇത് കണ്ടോ ഈ ഒരു കളറായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് പഞ്ചസാരയല്ലേ നമ്മളിട്ടെ, അതിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് മാറ്റി വെച്ചേച്ച് വേണം കേട്ടോ ശരിക്കും. അത് കാരണം നമുക്ക് അര കപ്പിന് 4 കപ്പ് ഒഴിച്ചു. അപ്പം എത്രയായി? അപ്പം 1 കപ്പിന് 2 കപ്പായില്ലേ. ഇനി അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അതിനകത്ത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള 2-3 ചെറിയ കിടിപിടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒത്തിരി സാധനം ഒന്നും വിട്ട്, ഞാൻ പറഞ്ഞില്ല വീട്ടിലുള്ള സാധനം മാത്രം മതിയെന്ന്. ഇനി ഇതിനകത്ത് ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. പിന്നെ അജിനോമോട്ടോ ഒന്നും ചേർക്കാത്തതും കൊണ്ട് അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ വിനാഗിരിയും ഉപ്പും പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ഒന്നും ഇടുന്നില്ല, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ശരിക്കും സെയിം ടേസ്റ്റ് തന്നെ, ഒരു വ്യത്യാസവും ഇല്ലെന്നേ. പിന്നെ എന്നാ സാധനം എന്ന് പറഞ്ഞാലും അജിനോമോട്ടോ ഇടുന്നത് ഹെൽത്തിന് നല്ലതല്ല. ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് വിനാഗിരി, നമ്മുടെ സാധാരണ വിനാഗിരി ഇല്ലേ അത് തന്നെ, അതും കൂടെ അത് 1 കപ്പ് കൂടെ ഒഴിച്ചിട്ട് ഇനി നമുക്കുണ്ടല്ലോ ഇത് 2 കപ്പായിട്ട് ഇപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് വെള്ളം, പിന്നെ ഇപ്പോൾ 1 കപ്പ് വിനാഗിരി എല്ലാം കൂടെ എത്രയായി കണക്കൂട്ട് പുകയുണ്ടല്ലേ. അപ്പം നമ്മൾ 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് വെള്ളം, 1 കപ്പ് വിനാഗിരി എല്ലാം കൂടെ ഇപ്പം 4 കപ്പായില്ലേ. അത് ചുരുങ്ങി 2 കപ്പാകുന്ന അതിൻ്റെ കണക്ക്.
അത് 2 കപ്പ് ആകുന്നോടും വരെ നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ഒന്നിട്ട് കൊടുക്കും കേട്ടോ. ആ ഉപ്പും പഞ്ചസാരയും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 സ്പൂണ് പഞ്ചസാരയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി ഇത് ഇവിടെ ഇരുന്ന് ഏകദേശം ഒരു 2 കപ്പ് ആകുന്നോടം വരെ ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ ദേ സോയാ സോസ് ഇതുണ്ടോ, കറക്റ്റ് അതേ സോയാ സോസ് ആയിട്ടുണ്ട് കേട്ടോ. അതാ ഡാർക്ക് ആക്കണമെങ്കിൽ ഇച്ചിരി കൂടെ ഡാർക്ക് സോയാ സോസ് വേണമെങ്കിൽ പഞ്ചസാര ഇച്ചിരി കൂടെ കരിച്ച് ക്യാരമൽ നന്നായിട്ട് ഇച്ചിരി കറുപ്പിച്ചാൽ മതി. അതിനെ അപ്പോൾ ഒരു ചെറിയ കയ്പ്പ് ചുവ വരുന്നുണ്ട്. ഞാൻ പക്ഷെ അതുകൊണ്ട് അത്രയും അങ്ങ് ആക്കിയിട്ടില്ല. ഇത് കണ്ടോ, ലൈറ്റ് സോയാ സോസിന്റെ ഒരു കളറാ. ടേസ്റ്റ് ഒക്കെ സെയിം തന്നെ കേട്ടോ. ഒരു സാധനം മാത്രം, സത്യസന്ധമായിട്ട് പറഞ്ഞ ഒരു സാധനം മാത്രമില്ല, ഈ സോയാ സോസിന്റെ അവർ എസൻസ് ചേർക്കുന്നുണ്ടായിരിക്കും, ഒരു കുത്തുന്നൊരു സ്മെല്ലുണ്ട്. ടേസ്റ്റ് സെയിം തന്നെ, പക്ഷെ ഒരു മണമുണ്ട്. ആ ഒരു സാധനം മാത്രം ഇതിനില്ല. ഒരു സാധനം പക്ഷെ അത് ഇല്ലേന്ന് ചോദിച്ചാ എന്താ പറയാ, ആ വിനാഗിരിന്റെയും എല്ലാം കൂടെ സ്മെല്ല് വരുമ്പം ഉണ്ട്. എന്നാലും ഒരു ചെറിയ ഇത് മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന സോയാ സോസ് പോലെ ആയില്ല എന്ന് പറഞ്ഞാല് ഒന്നും പറയാനില്ല. കാരണം 99% കടയിൽ നിന്ന് മേടിക്കുന്ന സോയാ സോസ് പോലെ. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രിസർവേറ്റീവ്സും ഈ പറഞ്ഞ എസൻസും ചേർക്കാത്തതും കൊണ്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഹെൽത്തിന് ഒരു പ്രശ്നമില്ലാതെ സുന്ദരമായിട്ട് സോയാ സോസ് ഉപയോഗിക്കാം. ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ടേസ്റ്റൊക്കെ 100%. ഞാൻ പറഞ്ഞ ആ സ്മെല്ല് വരുന്നതും കൊണ്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നത് കണ്ടാലും വ്യത്യാസമൊന്നുമില്ല, കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ആ ഒരു സ്മെല്ലിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്കിനി അത് കുപ്പിയിലോട്ട് തണുത്ത് കഴിയുമ്പോൾ കുപ്പി വെച്ച് അടച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പൊ ഞാനിപ്പോൾ സോയാ സോസ് ഇങ്ങനെ തന്നെയാ കേട്ടോ വീട്ടിൽ ഉപയോഗിക്കാറ്. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളി സോയാ സോസ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത്രയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സത്യം പറഞ്ഞാല് 2 സ്പൂണ് പഞ്ചസാര എടുത്ത് കരിച്ച് ഇച്ചിരി 2 സ്പൂണ് വിനാഗിരി ഒഴിച്ച് 4 സ്പൂണ് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട സോയാ സോസായി. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുണ്ടോ, കടയിൽ നിന്ന് മേടിക്കുന്ന സോയാ സോസും ഈ സോയാ സോസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കാഴ്ചയ്ക്കും ഇല്ല, ടേസ്റ്റിലും ഇല്ല. കണ്ടോ, ഇനി ധൈര്യമായിട്ട് ചൈനീസ് ഉണ്ടാക്കിക്കോളൂ എല്ലാവരും. ഒത്തിരി പേർക്ക് ചൈനീസ് ഇഷ്ടം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചൈനീസ് ഇഷ്ടമായിട്ടും മറ്റേ ഈ പറഞ്ഞ പോലെ നമ്മുടെ സോയാ സോസിന് അലർജി ഉള്ളവർക്കും ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ പടയൊന്നുമില്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് 2 സ്പൂൺ പഞ്ചസാരയുടെ കേസല്ലേ ഉള്ളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ എന്തെങ്കിലും ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കി ഒന്ന് ആഡ് ചെയ്തിട്ട് കഴിച്ചു നോക്ക്. എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് പറഞ്ഞാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്താ പറയുന്നത്, ഒന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. മൊത്തം കിളി പോയി തോന്നുന്നു.